RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനുപേക്ഷ സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അടുത്ത കൊല്ലം നടക്കാൻ നിൽക്കുന്ന ചാമ്പ്യൻസ് ലീഗിലേക്ക് ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ ലീഗുകളിൽ നിന്ന് യോഗ്യത നേടുന്നതാണ്. നമ്മൾ സംസാരിക്കുന്നത് മേജറായിട്ടുള്ള 5 ലീഗുകളിൽ ആരൊക്കെയാണ് ചാമ്പ്യൻസ് ലീഗിൽ യോഗ്യത നേടിയതാണ്, അതുപോലെ യൂറോപ്പ ലീഗിലേക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്ന് തുടങ്ങാം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇപ്പോൾ 36 മത്സരങ്ങൾ കംപ്ലീറ്റ് ആയ സമയത്ത് ലിവർപൂളാണ് 83 പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്തുള്ളത്. രണ്ടാം സ്ഥാനത്ത് ആഴ്സണലാണ് 37 മത്സരങ്ങളിൽ നിന്ന് 71 പോയിന്റുമായിട്ട് ആഴ്സണൽ രണ്ടാം സ്ഥാനത്തുണ്ട്. ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് ആണ് 37 മത്സരങ്ങളിൽ നിന്ന് 66 പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്തുള്ളത്. നാലാം സ്ഥാനത്ത് ചെൽസിയാണുള്ളത് 37 മത്സരങ്ങളിൽ നിന്ന് 66 പോയിന്റുമായിട്ട്. ഇതേ പോയിന്റിൽ അസ്റ്റൺ വില്ല ഉണ്ട് 37 മത്സരങ്ങളിൽ നിന്ന് 66 പോയിന്റുമായിട്ട്. ആറാം സ്ഥാനത്തുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് 36 മത്സരങ്ങളിൽ നിന്ന് 65 പോയിന്റുമായിട്ട്. ഏഴാം സ്ഥാനത്ത് നത്തിങ്ഹാം ഫോറസ്റ്റ് ഉണ്ട് 37 മത്സരങ്ങളിൽ നിന്ന് 65 പോയിന്റ്. അപ്പൊ ഈ 7 സ്ഥാനങ്ങളിൽ നിന്ന് 5 സ്ഥാനങ്ങളാണ് ചാമ്പ്യൻസ് ലീഗിൽ യോഗ്യത നേടുന്നത്. അപ്പൊ ഈ 5 സ്ഥാനങ്ങൾ കടുത്ത മത്സരമാണ്. എന്താന്ന് പറഞ്ഞാൽ ന്യൂകാസ്റ്റൽ 66 പോയിന്റ് മുതൽ നത്തിങ്ഹാം ഫോറസ്റ്റ് 65 പോയിന്റ്. ഇവരെല്ലാം നിൽക്കുന്നത് ഏകദേശം 2-3 പോയിന്റ് വ്യത്യാസം, ഒരേ സെയിം പോയിന്റ് ഒക്കെയാണ്. മത്സരങ്ങളിൽ 1-2 മത്സരങ്ങൾ കുറവാണ്. അപ്പോൾ ഇതിൽ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. ആദ്യം ആഴ്സണൽ ലിവർപൂൾ എന്തായാലും ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടിയെന്ന് പറയാം. പക്ഷേ മറ്റുള്ള ടീമുകൾക്ക് ഭയങ്കര കഠിനമായ പരിശ്രമം. അതിലിപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ഒരു കളി കുറവാണ് കളിച്ചിരിക്കുന്നത്, 65 പോയിന്റ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഉണ്ട്. പക്ഷേ ഇനിയുള്ള മത്സരം 2-1 മത്സരങ്ങളേക്കുള്ളൂ. അതിൽ ടീമുകൾ നിലനിർത്തിയാൽ മാത്രമാണ് ഇവർക്ക് ചാമ്പ്യൻസ് ലീഗ് നേടാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ടീമിന് യൂറോപ്പ ലീഗിലേക്ക് ചാൻസ് ഉണ്ട്. അതേപോലെ നമുക്ക് ലാ ലീഗിലേക്ക് കടന്നാൽ 37 മത്സരങ്ങളിൽ കംപ്ലീറ്റ് ആയപ്പോൾ 85 പോയിന്റുമായിട്ട് ബാഴ്സയാണ് ഒന്നാം സ്ഥാനത്ത്, 81 പോയിന്റുമായി റയൽ മഡ്രിഡ് രണ്ടാം സ്ഥാനത്തുണ്ട്. അത്ലറ്റിക്കോ മഡ്രിഡ് 73 പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്താണ്. അത്ലറ്റിക്കോ ക്ലബ്ബ് 70 പോയിന്റുമായിട്ട് നാലാം സ്ഥാനത്ത്. വില്ലയാരൽ 5 ഇന്ന് ബാഴ്സയെ തോൽപ്പിച്ചുകൊണ്ട് വില്ലയാരൽ 5-ാം സ്ഥാനത്തുണ്ട് 67 പോയിന്റുമായിട്ട്. അപ്പോൾ ഇതോടുകൂടിയിട്ട് ഈ 5 പേരുടെ കാര്യങ്ങൾ ഏകദേശം തീരുമാനമാണ്. പിന്നെ ഉള്ളത് 59 പോയിന്റുമായിട്ട് റയൽ ബെറ്റീസ് ആണ്. അത് യൂറോപ്പ ലീഗിലേക്ക് അവർ സെൽറ്റയുണ്ട് 7-ാം സ്ഥാനത്ത് 52 പോയിന്റുമായിട്ട്. വെലക്കാനോ ഉണ്ട് 51 പോയിന്റുമായിട്ട് 8-ാം സ്ഥാനത്തുള്ളത്. അപ്പോൾ വെലക്കാനോയും ഒസസൂനയായിട്ട് ചെറിയ മത്സരത്തിൽ 51 പോയിന്റാണ്. പിന്നെ സെൽറ്റയ്ക്ക് 52 പോയിന്റ്. അപ്പോൾ ഇവർ 3 പേരും തമ്മിൽ ഒരു പോരാട്ടം ഉണ്ടാവും യൂറോപ്പ ലീഗിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കടുത്തൊരു മത്സരമായിരിക്കും. സിറിയയിലേക്ക് വരികയാണെങ്കിൽ നെപ്പോളി ഇപ്പോൾ 37 മത്സരങ്ങൾ കംപ്ലീറ്റ് ആയപ്പോൾ നെപ്പോളി 79 പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്തുണ്ട്. തൊട്ടുപുറത്തിന് 78 പോയിന്റുമായിട്ട് ഇന്റർ ഉണ്ട്. അറ്റ്ലാന്റ ഉണ്ട് 74 പോയിന്റുമായിട്ട്. ജുവന്റസ് 67 പോയിന്റുമായിട്ട്. റോമ 66 പോയിന്റുമായിട്ട്. ലാസിയോ 65 പോയിന്റുമായിട്ട്. അപ്പോൾ ഈ കടുത്ത പോരാട്ടമാണ്. എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്റർ മിലാന് ലീഗ് കിരീടം നേടണമെങ്കിൽ അവസാനത്തെ കളി ജയിക്കുകയോ വേണം, നെപ്പോളി പരാജയപ്പെടുകയോ അല്ലെങ്കിൽ സമനിലയാവുകയോ വേണം. അല്ലാത്ത പക്ഷം രണ്ടുപേരും സമനിലയാണെങ്കിൽ നെപ്പോളി കപ്പടിക്കും, ഒരു പോയിന്റ് വ്യത്യാസം. അതേപോലെ സെയിം പോയിന്റ് ആവുകയാണെങ്കിൽ കളി മാറും. അപ്പോൾ ഇതിൽ 4 പേര് ജുവന്റസ്, അറ്റ്ലാന്റ, ഇന്റർ, നെപ്പോളി ഏകദേശം ഉറപ്പാണ്. ഇനി റോമയ്ക്കും ചാൻസ് ഉണ്ട്, അതേപോലെ ലാസിയോ അവർക്കും ചാൻസ് ഉണ്ട്. ഒക്കെ പോയിന്റുകൾ ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പോൾ അത് നമുക്ക് ബുണ്ടസ് ലീഗിലേക്ക് വരികയാണെങ്കിൽ ബയൺ മ്യൂണിക് 82 പോയിന്റ് 34 മത്സരങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 82 പോയിന്റുമായി ഒന്നാം സ്ഥാനത്തുണ്ട്. ലെവർകൂസൻ സാവി അലോൺസന്റെ ലെവർകൂസൻ 69 പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്തുണ്ട്. ഫ്രാങ്ക്ഫോർട്ട് 60 പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്തുണ്ട്. ഡോട്ട്മണ്ട് 57 പോയിന്റുമായിട്ട് നാലാം സ്ഥാനത്തുണ്ട്. പിന്നെ 55 പോയിന്റും 52 പോയിന്റുമായിട്ട് 2 ടീമുകളുണ്ട്. അപ്പോൾ അവർക്കും കടുത്ത മത്സരങ്ങളാണ് വരുന്നത്. അപ്പോൾ ലീഗ് 1ലേക്ക് നമുക്ക് വരികയാണെങ്കിൽ PSG 34 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവർ ഓൾറെഡി ലീഗ് ടൈറ്റിൽ നേടിയിട്ടുണ്ട്. 84 പോയിന്റായിട്ട് ഒന്നാം സ്ഥാനത്തുള്ളത്. അപ്പോൾ അവർ ഓൾറെഡിയാണ്. പിന്നെ മരസല്ലി 65 പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്തുണ്ട്. മൊണോക്കോ 61 പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്തുണ്ട്. നൈസ് 60 പോയിന്റുമായിട്ട് നാലാം സ്ഥാനത്തുണ്ട്. ലില്ലി 60 പോയിന്റായിട്ട് അതേ പോയിന്റായിട്ട് 5-ാം സ്ഥാനത്തുണ്ട്. ലയോൺ 57 പോയിന്റുമായിട്ട് 6-ാം സ്ഥാനത്തുണ്ട്. അപ്പോൾ സ്റ്റാർബഗ് 57 പോയിന്റുമായിട്ട് 7-ാം സ്ഥാനത്തുണ്ട്. അപ്പോൾ ഈ 7 സ്ഥാനങ്ങളിലായിരിക്കും കോമ്പറ്റീഷൻ വരിക. അതിൽ 2 യൂറോപ്പ ലീഗിലേക്കും 4 ചാമ്പ്യൻസ് ലീഗിലേക്കുമാണ്. അപ്പോൾ ഇത്രയാണ് ഇതുവരെ. ഇനിയും കുറെ ക്ലബ്ബുകൾ യോഗ്യതയുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോൾ 5 മേജർ ലീഗുകളെ കുറിച്ചായിരുന്നു. അപ്പോൾ ഇതിൽ ഇനിയും ചാൻസുകളുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി അങ്ങനെ കുറെ ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാം. അപ്പോൾ ഫുട്ബോൾ ലോകത്തെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും.